ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പം ഒരു ബിഗ് ഫാനാണ് വിജയ് സാറിൻ്റെ എബിൻ. അപ്പം അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് കണ്ടത്. അതായത് ആരാധകർ കൊണ്ടുപോയല്ലേ, അവിടുത്തെ ഫാൻസ് കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോയതാണ്. പക്ഷെ ഒരു നടൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ തന്നെ ആരാധകർ കൊണ്ടുപോയി. നടൻ്റെ പേര് നമ്മൾ പറയുന്നില്ല, കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. അതൊരു ചാനൽ കോമഡി ഉത്സവത്തിൽ പോയി പെർഫോമൻസ് ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ജയറാമേട്ടൻ പുള്ളിയുടെ ഞാൻ ഇതുപോലെ എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം. പുള്ളി സാധിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിയായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പല തിരക്കുകൾ കാണും. അതെ അതെ, നമ്മളത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഓർത്തിരിക്കാനും വഴിയില്ല. അതെ. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ വിജയ് സാറിലേക്ക് പോയത്, എങ്ങനെയാണ് എത്തിപ്പറ്റിയത്? എങ്ങനെ പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ കണ്ട് അങ്ങനെ അവിടുത്തെ വിജയ് ഫാൻസ് അങ്ങനെ പുള്ളിയെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം തന്നു. അങ്ങനെ പോയി കണ്ടേ. അങ്ങനെ പോയി കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം, ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിയെ കാണാൻ പറ്റുമെന്നൊക്കെ. ഞാൻ മിമിക്രി വന്നത് തന്നെ പുള്ളിയുടെ അടുത്തുള്ളൊരു ഇഷ്ടം കൊണ്ട്, അദ്ദേഹത്തിന്റെ വോയിസ് പഠിച്ചാണ് ഈ മിമിക്രി. അതെ അതെ. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് കലോത്സവത്തിൽ നിന്നാണ്, സ്കൂൾ കലോത്സവം. അപ്പോൾ നമ്മുടെ പുനലൂർ ഗവൺമെൻറ് ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് മിമിക്രി മത്സരത്തിന് സ്റ്റേറ്റ് പോയി. അങ്ങനെ 3rd A ഗ്രേഡ് സ്റ്റേറ്റ് കിട്ടി. അങ്ങനെ മാതൃഭൂമി സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് തിരഞ്ഞെടുത്തു. എബിനെയാണ്. അതെ അതെ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഈ മിമിക്രിയുടെ ഒരു തുടക്കം. അത് എത്രയല്ല പഠിക്കുമ്പോൾ? ഞാൻ +2 പഠിക്കുന്നു. +2. അപ്പോൾ നമുക്ക് ആദ്യം വിജയ് സാറിനെ തന്നെ ഒന്ന് അനുകരിച്ചാലോ. കാര്യം അതിലൂടെയാണ് മിമിക്രിയിലേക്ക് വരുന്നത്. അതിലൂടെയാണ് 3rd A ഗ്രേഡ് കിട്ടുന്നത് കലോത്സവത്തിൽ, സ്റ്റേറ്റ് കലോത്സവത്തിൽ. അതിൽ ബെസ്റ്റ് പെർഫോമർ എന്നുള്ളൊരു അവാർഡും മാതൃഭൂമി തന്നു, വാങ്ങിച്ചത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ ദളപതി വിജയണ്ണൻ്റെ ഒരു പഴയ ഡയലോഗ്, ഒരു മാസ് ഡയലോഗ് അനുകരിക്കാം. எவ்வளவோ பண்றோம், இது பண்ண மட்டுமா? எங்கேயும் எப்போது எதனாலும் கண்ணுல நெருப்போட கையில முறுக்கோட நெஞ்சில தில்லோட ஒத்தன்னு சமாளிக்கணும் பாரு. അവാംബ്ലെ. അടിപൊളിയാടാ, സൂപ്പർ. ഇവിടെ എല്ലാവരും ആസ്വദിച്ചോ? അടിപൊളിയാണോ? കുറേ ആൾക്കാർ ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഈ നമ്മളിപ്പം വിജയ് സാറിനെ ചെയ്യുമ്പോഴും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു മറ്റു നടന്മാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതല്ലേ? എവിടെ ചെന്നാലും നമുക്ക് ദളപതി വിജയ് ഫാൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പം വിജയ് സാറിനെ അനുകരിച്ച് കാണിക്കുമ്പോൾ സ്റ്റേജിൽ വന്ന് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്ന എനിക്കൊന്ന് എബിനായിരിക്കും. കാര്യം അത്ര പെർഫെക്ഷനോടെ എനിക്കൊന്ന് കോമഡി ഉത്സവത്തിൽ കാണിച്ചൊരു താരമാണ്. അതിനുശേഷമാണ് ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഏത് സ്റ്റേജിൽ ചെന്നാലും ഏതൊരു പ്രോഗ്രാം ചെന്നാലും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഈ വിജയ് ഫാൻസ് ഒക്കെയാണ്. പുള്ളിയുടെ പേര് പറയുമ്പോൾ തന്നെ ഭയങ്കര കൈയടിയാണ്. ഇളയ ദളപതി എന്ന് പറയുമ്പോൾ തന്നെ കൈയടിയല്ലേ? അതുപോലെ ഈ യുവജനോത്സവത്തിന് സമ്മാനം കിട്ടി, അത് ടിനിച്ചേട്ടൻ തന്നു. അപ്പോൾ ടിനിച്ചേട്ടൻ്റെ മുമ്പിലാണ് ആദ്യം ഇത് ചെയ്തത്. ടിനിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ കോമഡി ഉത്സവത്തിലെ എന്താണ് അമരക്കാരൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ടിനിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴന്നേരം പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ടിനിച്ചേട്ടൻ പറഞ്ഞ് നമ്മുടെ കലോത്സവത്തിന് എബിന് ഒരു സമ്മാനം കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുള്ളി അത് എടുത്തു പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതെങ്ങനെ ബാക്ക് ക്യാമറയിൽ, ബിഹൈൻഡ് ദ ക്യാമറയിൽ പറഞ്ഞോ? അല്ലല്ല, പുള്ളി പെട്ടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞു. അന്നേരം പറഞ്ഞാണോ? എബിന് അതര ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല അവിടെ വെച്ചല്ലോ. ഈ നമ്മൾ എബിന് എനിക്ക് തോന്നുന്നു ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ചുപേരെ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിനുശേഷം കുറേ ആൾക്കാരെ പെർഫെക്ഷനോടെ ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് സഞ്ജു സാംസനെ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് ഇവരൊക്കെ ചെയ്യാറുണ്ടല്ലേ? അല്ല, ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ചെയ്യാറില്ലേ? ബേസ് ആയോണ്ടാണോ? ബേസ് മാറിയുണ്ടാണോ? വിനായകൻ ചേട്ടനൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വരുന്ന സമയങ്ങളിൽ പഴയ കാലങ്ങളുണ്ടല്ലോ, കുറച്ചും കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ പറയാനുള്ളത്? ഇല്ല, നമ്മളൊരു വന്ന വഴിയൊക്കെ തന്നെയാണ് മിമിക്രിയിലോട്ട് വന്ന വഴികളും. ഞാൻ ചെറുപ്പം മുതൽ ഈ മിമിക്രി കോമഡി പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട്. എനിക്ക് ഇതുപോലെ വോയിസ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര ചെയ്യുന്നതിന് മുന്നേ. അതെ അതെ, ഭയങ്കര സ്റ്റേജ് ഫിയറും ക്രൗഡൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു പേടിയും. സ്റ്റേജ് പെർഫോം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. പിന്നെ എങ്ങനെ കലോത്സവത്തിന് ഇരുന്നപ്പോഴാണ് നമ്മുടെ കലോത്സവത്തിന് എന്തായാലും 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റേജ് കയറിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പോകണമല്ലോ, അടുത്ത എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു പെർഫോം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അതിന് മുമ്പൊക്കെ കലോത്സവത്തിന് മിമിക്രി പേര് കൊടുത്തിട്ട് ഞാൻ പോകത്തില്ല, മുങ്ങും. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ. മിമിക്രിക്കാണോ കൊടുക്കുന്നത്? മിമിക്രിക്ക് ഞാനല്ല കൊടുക്കുന്നത്, എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ പേര് കൊണ്ട് കൊടുക്കും. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ പേര് കലോത്സവ സമയത്ത് ഞാൻ പോകാതെയൊക്കെ ഇരിക്കും, പിറ്റേന്ന് ചെല്ലും. പിന്നെ രണ്ടും കൽപ്പിച്ച് 10ാം ക്ലാസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കർട്ടൻ പൊങ്ങുന്നവരെ നമ്മുടെ കുട്ടികളെ കാണുമല്ലോ, കർട്ടൻ പൊങ്ങുന്നത്. ഇപ്പം എൻ്റെ നെഞ്ചെടുന്ന് ഇടിച്ചിടിച്ചിരിക്കും, കർട്ടൻ പൊങ്ങാറാവും, പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, നല്ലൊരു പേടി. കർട്ടൻ പൊങ്ങി ഫസ്റ്റ് വോയിസ് ചെയ്തപ്പോഴത്തേക്കും നല്ല കൈയടി. അപ്പോഴത്തേക്ക് ആ ഒരു പേടി. ഫസ്റ്റ് വോയിസ് വിജയ് സാറിന് തന്നെ ചെയ്തത്? അല്ലല്ല,
അതൊരു പാമ്പാട്ടിയുടെ മകടി എന്തായിരുന്നു. ആ മകടി ഒന്ന് കാണിക്കാവോ? പാമ്പാട്ടിയുടെ മകടി കേട്ടോ. അപ്പൊ ഇതായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം നമ്മുടെ അന്യൻ ഇപ്പൊ സ്പീക്കറൊക്കെ ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ കുട്ടികളൊക്കെ ഇരിക്കും, നമ്മുടെ ടീച്ചർമാര്. അപ്പൊ അന്യൻ ചെയ്യുന്നൊരു പ്രതീക്ഷയില്ല വിക്രം സാറിന്റെ ആ ഒരു പെട്ടെന്ന് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം തടഞ്ഞ് ടീച്ചർമാരെ ബോക്സിന്റെ അടുത്തിരുന്നല്ലേ? ആ, ഭയങ്കര കൈയടി കിട്ടും. അവന് വട്ടായെന്നെല്ലാം പറഞ്ഞവര് മനസ്സിൽ പറഞ്ഞാണ് എനിക്ക് മനസ്സിൽ വട്ടായെന്നായിരിക്കത്തില്ല പറഞ്ഞത്. എന്നാ അന്യന്റെ ആ ഒരു ചെറിയൊരു മാനറസം കൂടെ നമുക്ക് ചെയ്താലോ? ഡയലോഗ് പറഞ്ഞില്ല. ഒരു മിനിറ്റ്, നീ ഡേ എന്ന് മാത്രമേ നീ പറഞ്ഞോളൂ. അതായിരുന്നു മിമിക്രി? ഇല്ല, പറയാൻ വന്നതാണ്. അപ്പോഴാണ് ടീച്ചർമാരൊക്കെ നിർത്തണമെന്ന് പറഞ്ഞോ? നിർത്തണമെന്നില്ല, ഇവര് പേടിച്ചപ്പോ എന്റെ ഒരു അങ്ങ് പോയി. പിന്നെ അന്നേരം എന്ത് ചെയ്ത്? പിന്നെ ബാക്കി ഞാൻ അടുത്ത സ്റ്റാളിലോട്ട് അങ്ങ് പോയി. എന്തോ പറയുന്നത്, ഒരെണ്ണം ചെയ്യാൻ വന്ന് അത് പെട്ടെന്ന് നമുക്ക് അവര് പോയപ്പോഴത്തെ നമ്മുടെ മൈൻഡ് ഔട്ടായി. അത് കഴിഞ്ഞ് ചെയ്ത് സ്റ്റാർ ഏതാ? അത് കഴിഞ്ഞിട്ട് നമുക്ക് സലീം കുമാർ ചേട്ടൻ്റെ വോയിസ് ചെയ്ത്, പിന്നെ ജനാർദ്ദൻ, അന്ന് ജനാർദ്ദൻ ചേട്ടൻ്റെ വോയിസ് ആണ്. അത് എനിക്ക് തോന്നുന്നു സലീം കുമാർ സാറിനെ നന്നായിട്ട് ചെയ്യും ലൈവായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ ഒരു സീക്വൻസ്, ഒരു സെന്റിമെന്റ്സ് ഡയലോഗ് ഒന്ന് ഇഷ്ടമുള്ള പറഞ്ഞല്ലെങ്കിൽ. നല്ലൊരു ഡയലോഗ് എന്തോ പേര്, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു, അവന്റെ കൂടെ വന്നു, നിന്റെ കൂടെ വന്നിട്ടുണ്ടോ? ഞാൻ തരണോ? ഹൈ, ആരെങ്കിലും ചോദിച്ചാ ചേച്ചിയുടെ ഭർത്താവ് നീ. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ ഏലിയസ് ജാക്സൺ ഏലിയസ്. എന്താ ഇത്? കൊള്ളാമെങ്കിൽ നിങ്ങൾ കൈയടിക്കണ്ട, കൊള്ളാമെങ്കിൽ കൈയടിക്കാം. വേണ്ട, നമ്മൾ കൈയടിക്കാൻ ആൾക്കാർ അവിടെ പ്രത്യേകം നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരാളെ കൈയടിക്കാതെ കൈകെട്ടി നിൽപ്പുണ്ടോ കേട്ടോ. അതിനെന്താ പറയുന്നത്? ഒരാളെ ഈ നമ്മൾ ചില സ്റ്റേജുകളിൽ പോകുമ്പോഴേ നീ പറഞ്ഞല്ലേ, നമ്മൾ ആദ്യം അന്യൻ ചെയ്തപ്പം എല്ലാവരും എണ്ണിച്ച് പേടിച്ചു പോയപ്പോൾ മൈൻഡ് ഔട്ടായി. അങ്ങനെ ഏതെങ്കിലും വലിയ സ്റ്റേജിൽ, അതായത് വലിയൊരു സ്റ്റേജിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വലിയ സ്റ്റേജിൽ പോകുമ്പോൾ സ്പോട്ട് ഡബിങ് ഡയലോഗ് മറന്നു പോയിട്ടുണ്ട്. മറന്നു പോകുമ്പോൾ അതിനകത്ത് നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് വിജയ് സാർ തന്നെ ഡയലോഗ് മറന്നു പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കയ്യിൽ നിന്നൊക്കെ ഇട്ട് അപ്പം മാച്ചിങ് ആവത്തില്ലല്ലോ. അങ്ങനെ ആക്കിയെടുക്കും. അങ്ങനെ ഏതെങ്കിലും വേദിയിൽ ഒരു പ്രത്യേകം മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വേദി ഉണ്ടോ? നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഫെസ്റ്റിനായിരുന്നു, നെയ്യാറ്റിങ്കര. അപ്പോഴത്തേക്ക് ഞാൻ സ്പോട്ട് ഡബിങ് എന്തോ ഒരു ടെൻഷനിലൊക്കെ നിന്നേ. അപ്പോഴത്തേക്ക് ഡയലോഗ് ചെയ്യുമ്പോഴേക്ക് ഡയലോഗ് മറന്നുപോയി. അപ്പോൾ ലിപ്പ് കറക്റ്റ് കിട്ടുന്നില്ല. ഞാനപ്പോൾ കൈ നിട്ടൊരു ഡയലോഗ് പറഞ്ഞു. ഞാൻ വിചാരിച്ചെല്ലാം കൈ നിന്ന്. അത് ഏത് സിനിമയുടെ ആയിരുന്നു? നമ്മുടെ തുപ്പാക്കിയിലെ ഒരു ഹിന്ദി ഡയലോഗായിരുന്നു. ഒന്ന് പറയാമോ? പറയാം. അപ്പോൾ തുപ്പാക്കിയിലെ വിജയ് സാറിൻ്റെ ഒരു ഹിന്ദി ഡയലോഗ്, லாக் ரிலீஸ் பண்ணிட்டாட்டி सुनो, तुम्हारा मालिक ने मुझे हाथ बांध के मारा, खोलने के बोले तो सोच रहा है तूने मेरा तरफ तेरे साथ इतर लगे फिर भी तो टार रहे ना அந்த பயம் இருக்குனண்டா. என் கையோட இத்தனை பேர் துணைக்கு இருக்கும்போது லாக் ரிலீஸ் பண்ணிட்டு அடிக்க போய்படல. அந்த பயம் எனக்கு பிடிச்சிருக்கு. അടിപൊളിയടാ, സൂപ്പർ. ഇത് പറയാൻ കാരണം എന്താ അറിയാമോ? ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് പറയുന്ന ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ തരങ്ങളുണ്ട്. അതിൽ ഇഷ്ടം കാരണം ചെയ്യുന്നത്. അതിനെനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം വിജയ് സാർ തന്നെയല്ലേ. അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് പുള്ളിയുടെ വോയിസ് ഒക്കെ പഠിച്ചത്. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റാർസിന്റെ വോയിസ് ഒക്കെ ട്രൈ ചെയ്തത്. കാര്യം ഒരാളെ മാത്രം ചെയ്തോ നമുക്ക് സ്റ്റേജിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പാടായിരിക്കും. ചോദിച്ചിട്ടുണ്ട്, വിജയുടെ വോയിസ് മാത്രമേ ചെയ്യത്തുള്ളൂ.